ഇന്നൊരു ബീഫ് കറിയും കപ്പ വേവിച്ചതും കൂടെ ഇടുന്നത്. ഞാൻ ബീഫ് കഴുകി വാരി വെക്കുമ്പോൾ തന്നെ അതിനകത്തിൽ ഈ സവാള വഴറ്റി ഇടാറുണ്ട്. ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് അടുപ്പേ വെക്കുന്നത്. അന്നേരം ഒത്തിരി പൊടികളൊന്നും ഇടണ്ട, ഇതെല്ലാം വെന്ത് നല്ലപോലെ അതിൽ ചേരും. അടച്ചു വയ്ക്കാം. ബീഫ് പറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കപ്പ വേവിക്കാം. കപ്പയ്ക്ക് ചതച്ചിടാൻ പോവുക, അതിനുള്ള അരപ്പാണ് ഇത്. വെള്ളക്കാലല്ലേ, ഇതിന് വലിയ എരിവൊന്നുമില്ല, അപ്പം ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി 4-5 ഇട്ട്, പിന്നെ ചുവന്നുള്ളി, പിന്നെ മഞ്ഞൾ പൊടി സ്വല്പവും ഇച്ചിരി ജീരകപ്പൊടിയും, കറിവേപ്പില കൂടി ഇടുക, 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇടുക. തേങ്ങ ചതച്ചത് ഇടുക. കുറച്ച് വെള്ളം കൂടി ചേർക്കുക. ഇനി ഒന്നൊരു മാതിരി പറ്റി കഴിയുമ്പോൾ എടുത്ത് ഇളക്കണം. വാങ്ങി അതിനുശേഷം കടുക് ഇടുക. ഇനി വെളുത്തുള്ളി ഇടുക. ചുവന്നുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇടുക. നന്നായി മൂത്തതിന് ശേഷം പൊടികളെല്ലാം ഇടുക. മീറ്റ് മസാല 2 സ്പൂണ്, 1/2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 2 സ്പൂണ്, തക്കോലം പൊടിച്ചത് സ്വല്പം ഇടുക. പിന്നെ ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഏലക്ക 2 ഗ്രാമ്പൂ 6 ഇത്രയായിട്ട് ഇളക്കുക. പൊടികൾ മൂത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക. ഉപ്പി പറ്റിച്ച ഇറച്ചിയിലോട്ട് അരപ്പൊഴിക്കുക. അരപ്പിട്ട് പറ്റിയതിന് ശേഷം കപ്പ ഇളക്കുക. കപ്പയും ബീഫ് കറിയും റെഡിയായി.